ബ്രീത്ത് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് പിന്നെ ചെയ്യില്ലേ, അതിനാണ് ആസനാസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഓരോ ആസനാസ് ചെയ്യുമ്പം നമ്മുടെ മൈൻഡ് കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാൻ ഫസ്റ്റ് നമ്മൾ പ്രാണായാമം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പ്രാണായാമം എന്ന് പറയുന്നത് ഓരോ ബ്രീത്തിങ് എക്സസൈസുകളാണ് പ്രാണായാമസ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് കാല് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീട്ടി വെച്ചിരുന്നോളൂ കേട്ടോ. ഇങ്ങനെ കാല് നീട്ടി വെച്ചിട്ട് ഇരുന്നോളൂ, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നാഡീശുദ്ധി പ്രാണായാമമാണ്. അതിൽ നമ്മൾ ഓൾട്ടർനേറ്റ് നോസ്ട്രിലൂടെ ആദ്യം നമ്മൾ ലെഫ്റ്റ് നോസിൽ ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ റൈറ്റിൽ കൂടെ നമ്മൾ എക്സെയിൽ ചെയ്യും. അങ്ങനെയായിരിക്കും ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ വിഷ്ണു മുദ്ര എന്ന് പറഞ്ഞ മുദ്രയിൽ പിടിക്കുക. എന്ന് പറയുമ്പം ഇൻഡെക്സ് ഫിംഗറും മിഡിൽ ഫിംഗറും ബെൻഡ് ചെയ്ത് വെക്കുക, ബാക്കി ഫിംഗേഴ്സ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെക്കുക. എന്നിട്ട് തമ്പ് വെച്ചിട്ട് നിങ്ങളുടെ റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യണം. ഓക്കെ, റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ചിന്മുദ്ര തന്നെ ലെഫ്റ്റ് ഹാൻഡ് ചിന്മുദ്രയിൽ പിടിക്കുക. അത് മടിയിലായിട്ട് വെക്കുക. എന്നിട്ട് നട്ടിൽ നിവർത്തി നേരെ ഇരിക്കുക. എന്നിട്ട് കണ്ണുകൾ അടച്ച് ലെഫ്റ്റ് മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അത് കഴിഞ്ഞാൽ ലെഫ്റ്റ് മൂക്ക് ക്ലോസ് ചെയ്യുക മറ്റേ വിരൽ വെച്ചിട്ട്. അത് കഴിഞ്ഞ് റൈറ്റ് നോസ്ട്രിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി റൈറ്റ് നോസ്ട്രിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് റൈറ്റ് അടയ്ക്കുക. ലെഫ്റ്റിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുക. ലെഫ്റ്റ് ക്ലോസ് ചെയ്യുക. റൈറ്റിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക. ഇനി റൈറ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുക. റൈറ്റ് ക്ലോസ് ചെയ്യുക. ലെഫ്റ്റിലൂടെ എക്സ്ഹെയിൽ ചെയ്യുക. ലെഫ്റ്റിലൂടെ ഇൻഹെയിൽ. റൈറ്റിലൂടെ എക്സ്ഹെയിൽ. Inhale through right. Exhale through left. Inhale through left. Exhale through right. നിവർന്നിരിക്കണേ. Inhale through right. Exhale through left. Last round ആണ്. Inhale through left. Exhale through right. Inhale through right. Exhale through left and release. ഇതാണ് നാഡീശുദ്ധി പ്രാണായാമം. നമ്മൾ ഓരോ നോസ്ട്രിലിൽ കൂടെയും ഇൻഹെയിലും ചെയ്യും, എക്സെയിൽ ചെയ്യും. അപ്പൊ കംപ്ലീറ്റ് സൈക്കിള് കംപ്ലീറ്റ് ആവും. നമ്മുടെ ബ്രീത്ത് ഉള്ളിലൂടെ കയറി എല്ലാ കോശങ്ങളിലും എത്തി പുറത്തേക്ക് വരും. അപ്പൊ ഒരു കംപ്ലീറ്റ് ബ്രീത്ത് സൈക്കിൾ ആവും. നിങ്ങളുടെ ബോഡി ഉള്ളിൽ ക്ലീനും ആവും. ഒരു പ്യൂരിഫിക്കേഷൻ ആണ് ഓരോ ബ്രീത്തിങ്ങിലൂടെ നടക്കുന്നത്.